അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ രാവിലെ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷായി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം. അപ്പോൾ എല്ലാവരും തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് അല്ലേ? വസന്ത് വിഹാർ അല്ലേ? വസന്ത് വിഹാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് കാസർഗോഡ്. അപ്പം നമുക്ക് 177 കിലോമീറ്ററാണ് ഇനിയുള്ളത് മൂകാംബിക എത്താൻ വേണ്ടി. ഞങ്ങൾക്ക് അവിടെ 12 മണിക്കാണ് റൂം റെഡിയാവുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും അതിനനുസരിച്ചുള്ള ടൈമിംഗ് തന്നെ 11:50 നമ്മുടെ ETA കാണിക്കുന്നത്. അപ്പം നമുക്ക് കാസർഗോഡ് കാഴ്ചകളൊക്കെ കണ്ട് മംഗലാപുരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഉറങ്ങിയോ? ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു അമ്മു? ഇഷ്ടപ്പെട്ടോ? കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തോട്ട് ഉള്ള റോഡിലാണ് ഇത്. നമ്മുടെ പുതിയ ഹൈവേ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടാറിങ് ഒക്കെ ഇനി പെൻഡിങ് കാണുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കഴിഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്യണത്. സ്ട്രീറ്റ് ലൈറ്റ്സ് വരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സർവീസ് റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്ക് ആ റോഡിലോട്ട് കയറാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവിടുന്ന് റൈറ്റ് കയറാമല്ലോ. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലോട്ട് കയറാം. പണി കഴിഞ്ഞു. ഇവിടത്തെ പണി കഴിഞ്ഞു. ഇനി ലൈനൊക്കെ വരയ്ക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഫൈനൽ ടാറിങ് തന്നെയാണ്. ഫൈനൽ ടാറിങ്ങിന്റെ പുറത്തൂടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. വേവി ആയിരിക്കൂല, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും വണ്ടി. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ലെവൽ ടാറിങ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇവിടെ ഇപ്പം അടുത്ത ടാറിങ്, ഇവിടെ ഇപ്പം അതിന്റെ അടുത്ത ടാറിങ്. അപ്പൊ നമുക്കറിയാം ഫയർ നോയ്സ് കൂടും. അപ്പൊ ഇവിടെ ഒരു വർഷം കൊണ്ടൊക്കെ ഈ സ്ട്രെച്ചൊക്കെ റെഡി ആവുന്നതാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് താമസം എന്ന് തോന്നുന്നു. തെങ്ങ് നിൽക്കണമൊക്കെ നല്ല രസമുണ്ട്, വരി വരിയായിട്ട് കണ്ട. അത്യാവശ്യം തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മള് പഴയ കാർഷിക കുടുംബമായിട്ട് തെങ്ങ് കാണുമ്പോൾ നോക്കും. ഇത് നല്ല ഭംഗി കേട്ടാ. കണ്ട, വലിയ തെങ്ങും തോപ്പാണ്. കാണുന്നുണ്ടാ? ICAR അത് മറ്റേ കോക്കനട്ടിന്റെ വല്ലം നാളികേര വികസനത്തിന്റെ എന്തെങ്കിലും വകുപ്പിന്റെ കീഴിലുള്ളതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും സർവീസ് റോഡ് കയറണം. റോഡ് കംപ്ലീറ്റ് ആയല്ലോ, നമുക്ക് എന്താ തുറന്നു തരാം? അല്ല, ഇതിവിടെ ആയിട്ടുണ്ടാവുള്ളൂ, അങ്ങോട്ട് പോയിട്ട്. അപ്പൊ ഇവിടെ നീ ശ്രദ്ധിച്ചില്ലേ, ഒരിടവും ക്ലിയർ ആയിട്ട് ഒരിടം അടച്ചിട്ടില്ല. പരമാവധി ഇതാണ്ട സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് സെന്ററോ ഇൻസ്റ്റിറ്റ്യൂട്ടോ? ഓക്കെ, അവരുടെ കീഴിലുള്ള പ്രോപ്പർട്ടിയിലുള്ള തെങ്ങാണത്. ഈവൻ സർവീസ് റോഡ് ആണെങ്കിൽ പോലെ നമുക്ക് 70+ വണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ കേരള കർണാടക ബോർഡറിലെത്തി. സമയം ഇപ്പം 8:50. കേരളത്തിൽ നിന്ന് നമ്മളിതാ ഇറങ്ങി. ഇനി കർണാടകം. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് തലപ്പാടി എന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പണ്ട് തൊട്ടേ ഇവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരുടെ 4 ലൈൻ റോഡാണ്, ടോൾ റോഡാണ്. ഇവിടെ താഴെ തന്നെ ഉണ്ട് ഫസ്റ്റ് ടോള്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് 150 കിലോമീറ്റർ, അറൗണ്ട് 145 കാണിക്കുന്നത്. 150 കിലോമീറ്ററിനകത്ത് ഉള്ളൂ മൂകാംബിക എത്താൻ വേണ്ടി. 55 രൂപയാണോ? ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല റോഡാണ്, അതുകൊണ്ട് ടോള് കൊടുക്കുന്നതിനൊന്നും ഒരു വിഷമവും ഇല്ല. ഈ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് എന്ന് കാണിച്ചിട്ട് പുള്ളി പേയ്മെന്റ് ചെയ്തിട്ടാണ് പോണണ്ട. കാർ ഡബിൾ ₹110. നമ്മളിനി ഏത് ലിസ്റ്റ് കാണിക്കുമെന്തോ. നമുക്ക് ഇനി കിട്ടി, ഓപ്പണായി. അപ്പൊ 55 രൂപ. 55 രൂപ. ഫാസ്ടാഗ് ഇല്ലെങ്കിൽ 110 രൂപ. അപ്പൊ അടുത്ത് നമ്മള് മംഗലാപുരമാണ്, മാംഗ്ലൂർ.
മംഗലൂരു. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോ കുറച്ച് തിരക്കുണ്ട്. സിഗ്നൽ ഇപ്പൊ ഓപ്പൺ ആയതേ ഉള്ളൂ. ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു തിരക്കാണ്. കുറച്ച് ദൂരേ ഉള്ളൂ ഈ ഒരു തിരക്ക്. എപ്പോഴും വന്നാലും ഇവിടെ ഈ ഇത്രയും ദൂരം തിരക്ക് തന്നെയാണ്. ഇവിടുത്തെ പോലീസുകാരെ കണ്ടായിരുന്ന പോലീസുകാരുടെ തൊപ്പിയൊക്കെ ഇങ്ങനെ നമ്മളെ മറ്റേ കൗബോയ് ഹാറ്റിന്റെ വേറൊരു ഷേപ്പ്. എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്ക്. യെസ്, ഇന്ന് ഫ്രൈഡേ അല്ലേ? അതെ, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. സമയം 9:15. പക്ഷെ റോഡിലെ ഇത്രയും തിരക്കുണ്ടെങ്കിലും വണ്ടികളും അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ട്. കണ്ട 60-ന് പുറത്ത് നിപ്പുണ്ട് വണ്ടി. അതാണ് ഈ 4 വരി 6 വരിയൊക്കെ വന്നുള്ള ഗുണം. തിരക്കുണ്ടെങ്കിലും വണ്ടികളുടെ നോർമൽ ഫ്ലോ ഒരു 60, 70, 80 ഒക്കെ ആയിരിക്കും. സിംഗിൾ ലൈനിലാണെങ്കിൽ ഒരിക്കലും ഇത് നടക്കൂല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാ, KIOCL ലിമിറ്റഡ്, കർണാടക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കേട്ടാ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റിഫൈനറി ആയിരിക്കും കേട്ടോ. റിഫൈനറി ആയിരിക്കും, IOCLന്റെ റിഫൈനറി ആണെന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത് കരിക്ക് നിറയെ വിൽക്കാനുണ്ട് കേട്ടോ ഇവിടെ. ഗൗലിഗാത്ര നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് അവര്, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു. അടുത്തൊരു ഫാക്ടറി വീണ്ടും വരുന്നുണ്ട്. എവിടെയാണ്? റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? റൈറ്റ് സൈഡ് കുറേ പുക പോണുണ്ട്. ഇത് മറ്റേ ഷിപ്പ്, ഇതാണ് പോർട്ടാണ്. ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് മാംഗ്ലൂർ പോർട്ട്. മാംഗ്ലൂർ പോർട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. നാഷണൽ ഫ്ലാഗ് പോർട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. ഇവിടെ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി. എയർപോർട്ട് അല്ല, സീ പോർട്ടാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നീ കണ്ടത് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ആണ് കേട്ടോ. അതിന്റെ ഫാക്ടറി ആണോ റൈറ്റ് സൈഡ്? കേട്ടില്ല. ആ ഫാക്ടറി ആണ് റൈറ്റ് സൈഡിലുള്ളത്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ഇവര് നല്ല രീതിയിൽ ബിസിനസ്സുകാരെയും ഇൻഡസ്ട്രീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണുണ്ട്. എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു 120 കിലോമീറ്റർ ഒക്കെ വരും. ഇവിടെ ലെഫ്റ്റ് സൈഡില് വേറൊരു ഫാക്ടറി നമ്മൾ കണ്ടായിരുന്നോ? ഇതെല്ലാം ഫാക്ടറീസ് ആണ്. മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ലെഫ്റ്റ് സൈഡ് ഉള്ളതും അതാണ്. ഇത് അംബുജ സിമെന്റ്. അതെ, ഓക്കേ. ഒരുപാട് ഫാക്ടറീസ് അല്ലേ? അതെ. ഞാൻ പല പ്രാവശ്യം ഇതിലെ വന്നിട്ടുണ്ടെങ്കിലേ ഇന്നാണ് ഇങ്ങനെ സ്ലോയില് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇപ്പൊ ടാർ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഈ സൈഡ് കിടക്കണ ഒരു സർവീസ് റോഡ് പോലെ. ഇത് ആക്ച്വലി ട്രക്ക് ലേബേ ആണ്. ട്രക്കുകൾ കൊണ്ട് ഒതുക്കി നിർത്താനും രാത്രി ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും വേണ്ടി. ട്രക്ക് ലേബേ സാധാരണ അതിന്റെ അടുത്ത് തന്നെ അവരുടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും. ടോയ്ലറ്റ് കണ്ടില്ല, ട്രക്ക് ലേബേ മാത്രമാണ് കണ്ടത്. ഉടുപ്പി എത്തിയില്ല. വണ്ടികളെല്ലാം 100+ ആണ്. നമ്മൾ മാത്രമാണ് 80-90 ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര സുഖമാണ് കേട്ടോ. ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ പോകുമ്പോൾ. പക്ഷെ നല്ല സുഖമാണ്. നമുക്ക് സ്ട്രെയിൻ ഇല്ല, ഒഴുകി ഇങ്ങനെ അങ്ങ് പോകും. ഒരു മണിക്കൂറിലൊരു 65-70 കിലോമീറ്റർ കവറാവുകയും ചെയ്യും 80-90 നിർത്തിയിരുന്നാലേ. പിന്നെ വണ്ടിക്ക് സ്ട്രെയിൻ ഇല്ല, നമ്മൾ ഇത്രയും ഓടി വന്നതല്ലേ. അതാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഓറഞ്ച് കിട്ടുമോ വാങ്ങിക്കാൻ? ഓറഞ്ച് കിട്ടണം, നോക്കാം. നല്ല ഓറഞ്ച് കിട്ടിയാ വാങ്ങാം. അല്ലേ? ക്ഷീണം ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. ഓറഞ്ച്, പൈനാപ്പിള്, നമ്മുടെ മറ്റേ വാട്ടർമെലൺ, ഇതെല്ലാം ക്ഷീണം മാറ്റാൻ ബെസ്റ്റ് സാധനങ്ങളാണ്. നമ്മളിപ്പോ എവിടെ എത്തി? ബോർഡ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ബോർഡ് ഉണ്ടെങ്കിൽ ഇതാണ് ഇവന്മാരുടെ ഒരു മെയിൻ അലമ്പെന്ന് പറയുന്നത്. ഈ റോഡിന് നിറച്ചു കൊണ്ടുവച്ചിരിക്കും.
MULKY. മുൽക്കിയാ? ഈ സ്ഥലത്തിന്റെ പേര്. ഓക്കെ, മുൽക്കി. നമുക്കിനി 100 കിലോമീറ്റർ, 103 കിലോമീറ്റർ ഉണ്ട് കൊല്ലൂറത്ത്. അതായത് ഒരു 70 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോണം. ഇനി അങ്ങോട്ട് നിറയെ ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ അല്ലേ? ആർച്ച് ഉണ്ടോ? വലിയ ആർച്ച്. നമ്മള് കർണാടക കയറിയിട്ടുള്ള സെക്കൻഡ് ടോൾ ആണ്. 50 rupees ആണ്. 50 രൂപ. ഉടുപ്പി ടോൾവേ പ്രൈവറ്റ്. ഇത് ഹെജമാടി ഈ സ്ഥലത്തിന്റെ പേര് കേട്ടാ. ഹെജമാടി ടോൾ പ്ലാസ. ആദ്യത്തത് തലപ്പാടി. വാലിഡ്, കാർ വാലിഡ്. നമ്പർ, വണ്ടി നമ്പറല്ല അതിൽ കാണിക്കുന്നത് കേട്ടാ. പക്ഷെ ഈ ടോൾ കൊടുത്താലേ നമുക്ക് ഒരു വിഷമവും തോന്നൂല. നല്ല റോഡാണ്. അതെ, ഇവിടെ റോഡ് സൈഡിലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ ക്രോക്കറി ഐറ്റംസ്, പോട്ടുകൾ കണ്ടില്ലായിരുന്നു? ചൂരലിലുള്ള സ്റ്റൂള്, ചെയർ, അങ്ങനത്തെ സാധനങ്ങൾ. നമ്മളങ്ങനെ ഉടുപ്പി എത്തി. ഇത് ഇവിടുന്ന് ഈ സർവീസ് റോഡ് എടുത്തിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ കയറിയാണ് ഉടുപ്പി ക്ഷേത്രത്തിൽ പോകാനുള്ളത്. അപ്പം നമുക്കിനി കുന്താപുര, ഹെമ്മാടി, കൊല്ലൂർ, ഇനി 75 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഉടുപ്പിന്ന്. നമുക്ക് 1.5 മണിക്കൂറാണ് സമയം പറയുന്നത്. സമയം ഇപ്പൊ 10:08 അപ്പൊ 11:40 നമ്മൾ മൂകാംബിക എത്തും. അടുത്ത ടോൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ കേട്ടില്ല? ശാസ്താൻ ടോൾ പ്ലാസ. കന്നഡയില് ശാസ്താൻ എന്ന് തന്നെയാണോ പറയണമെന്ന് അറിഞ്ഞൂടാ. 60 രൂപ അല്ലേ? ആദ്യം 55, പിന്നെ 50, പിന്നെ 60. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 25 കിലോമീറ്റർ പോകുമ്പോ ഹെമ്മാടി എത്തും. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വീണ്ടും ഒരു 30 കിലോമീറ്റർ കൂടെ പോകുമ്പോൾ മൂകാംബിക. 55 കിലോമീറ്റർ 1 മണിക്കൂർ 4 മിനിറ്റ് ആണ് ഗൂഗിൾ മാപ്പ് തരുന്ന സമയം. അങ്ങനെ നമ്മൾ ഹെമ്മാടി എത്തി. ഹെമ്മാടിയിൽ നിന്ന് റൈറ്റ് എടുക്കണം. നമ്മളിപ്പോൾ ഉള്ളത് പൻവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേയിലാണ്. ഹൈവേയിൽ നമ്മൾ തിരിഞ്ഞ് കൊല്ലൂർ റോഡിലോട്ട് കയറി. ഇവിടെ നിന്ന് ഇനി 30 കിലോമീറ്റർ ആണ് മൂകാംബിക ക്ഷേത്രത്തിന് ഉള്ളത്. അപ്പൊ അരമണിക്കൂറല്ല 3/4 മണിക്കൂറൂടെ കഴിയുമ്പം നമ്മൾ മൂകാംബിക എത്തും. ഇന്നലെ 11 മണിക്ക് അവിടെ തിരിച്ചല്ലേ? രാവിലെ 11 മണിക്ക് തിരിച്ചു. 12 മണി, 25 മണിക്കൂർ അല്ലേ? പക്ഷെ 3 മണിക്കൂർ 3 മണിക്കൂറിൽ കൂടുതൽ ഇന്ന് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ, ഇന്നലെ ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ ഇന്നലെ ഫുഡ് കഴിക്കാൻ എടുത്തു. എല്ലാം കൂടെ 3 മണിക്കൂർ രാത്രി നമ്മൾ ഉറങ്ങി. ഇന്ന് രാവിലെ ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് വരെ 1 മണിക്കൂർ എടുത്തു. അങ്ങനെ എത്ര മണിക്കൂർ പോയി? 7 മണിക്കൂർ പോയി. പക്ഷെ അത് അങ്ങനെ നമ്മൾ ഉറങ്ങിയോണ്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. 25 മണിക്കൂറിൽ 7 മണിക്കൂർ ആ വകുപ്പിലാണ് പോയത്. 18 മണിക്കൂറാണ് നമുക്ക് റണ്ണിങ് ടൈം എടുത്തത്. ഭയങ്കരമായിട്ട് ഡെവലപ്പായി ഈ സ്ഥലം. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. ആദ്യം ഞാൻ വരുമ്പം ഈ റോഡിന്റെ വീതി ഉണ്ടായിപ്പം, അതായത് 4 വരി പാതയുടെ വീതിയാണ് സത്യം പറഞ്ഞ ഇതിനിപ്പോ ഉള്ളത്. പണ്ട് ഇതിന്റെ 4-1 ഉണ്ടായിരുന്നു. 2015 അല്ലേ? അതിന്റെ 4-1 വീതി ഉണ്ടായിരുന്നുള്ള റോഡ്. ഇപ്പം റോഡ് കണ്ട 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ നിർത്തിയിരിക്കാൻ പറ്റിയ റോഡായി മാറി. ഇപ്പൊ അങ്ങനെ നിർത്തണ്ട ഞാൻ പറഞ്ഞത്. മുമ്പ് ഈ വഴിയിലൊന്നും പെട്രോൾ പമ്പോ ഒരു കടയോ ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വന്നിട്ടുണ്ട്. ഹോട്ടൽസ് വന്നിട്ടുണ്ട്, റെസ്റ്റോറന്റ്സ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ
പക്ക കാട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മറ്റേ ഈ കാട്ടിനകത്തുള്ള സെറ്റിൽമെന്റ്സ് പോലെ വീടുകളുണ്ടാവും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ മാറി. ഇനി 29 കിലോമീറ്റർ, 29 കിലോമീറ്റേഴ്സ്. നമ്മളിനിയിപ്പോ എത്തും, ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോ എത്തും. ഇവിടെ കുറച്ച് ദൂരം നമ്മളെ പഴയ റോഡുണ്ടേ, ഡെവലപ്പ് ആവാത്ത റോഡ്. ആ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇവിടെ ഇത്രയും ദൂരം മാത്രം, കുറച്ചു ദൂരേ ഉള്ളൂ, ഒരു 3-4 കിലോമീറ്റർ വരും. റോഡ് നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കണ്ട എന്ത് ബിൽഡിംഗ് ഒന്നും, ചെറിയൊരു ടൗൺഷിപ്പ് പോലെയായി ഇവിടെയൊക്കെ. അവിടെ അത്രയും ദൂരം കഴിഞ്ഞപ്പോ വീണ്ടും നല്ല റോഡായിട്ടുണ്ട്. വേഴാമ്പലിനെയും മയിലിനെയും കണ്ടല്ലേ? അത് ഇവിടെ അല്ല, കുറച്ചുകൂടെ അപ്പുറത്ത് പോണം. അവിടെ ഒരു വയല് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ വീണ്ടും പഴയ റോഡാണ്. അത് ഇതേപോലെ ആയിരുന്നു. പക്ഷെ നമ്മൾ അന്നൊക്കെ നമ്മൾ സ്ഥിരം വരുന്നത് സഫാരിയിലായിരുന്നു. അതുകൊണ്ട് ഈ റോഡിന്റെ അവസ്ഥയൊന്നും നമുക്കത്ര പ്രശ്നമല്ലായിരുന്നു ഇവിടെ വരുമ്പോ. പക്ഷെ ഇപ്പം ഈ വണ്ടിയും കൊണ്ട് വന്നു തുടങ്ങിയതിന് ശേഷമാണ്. നമ്മൾ അൾട്ടോയിൽ വന്നിട്ടുണ്ടല്ലേ എത്രയോ പ്രാവശ്യം, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ബി അലർട്ട്, ഗോ സ്ലോ ബോർഡ് കണ്ട? മാവിന്റെ ഒക്കെ പടം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മാവിന്റെ ഫോട്ടോ ഉണ്ട്. ഓ അവിടത്തെ ഭംഗിയുണ്ടോ മോളില്? മലയുടെ ഭംഗി. നമ്മള് ഏകദേശം എത്തിയിട്ടുണ്ട്. നല്ല കാടായി. 10 കിലോമീറ്റർ വരെ. റോഡ് ഇച്ചിരി മോശം തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഹൈവേന്ന് കയറിയപ്പോൾ ഉള്ള റോഡ് പോലെയല്ല. അത് കഴിഞ്ഞിട്ട് ടാറിങ് ഒക്കെ ഇച്ചിരി പൊളിഞ്ഞ് കിടക്കുവാണ് പല സ്ഥലത്തും. പഴയ റോഡും പുതിയ റോഡും എല്ലാം. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ബാറ് വരെ വന്നു ഇവിടെ. അങ്ങനെ നമ്മൾ കവാടം എത്തിയിട്ടുണ്ട്, മൂകാംബിക ക്ഷേത്രത്തിന്റെ. ഇത് കാണുമ്പോ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ, ഒരു പോസിറ്റിവിറ്റി. അപ്പൊ നമ്മള് മൂകാംബിക എത്തിയതുപോലെ തന്നെ ഇവിടെ റോഡ് പണി നടക്കണം അല്ലേ? പണി കഴിഞ്ഞു, പകുതി കഴിഞ്ഞു. ഇന്നാള് നമ്മള് വരുമ്പോഴേ അതിനെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓർമ്മയുണ്ട്? താഴെ ഇറക്കി ആ കുഴിക്കകത്തൂടെ കയറി പോണായിരുന്നു. അങ്ങനെ നമ്മൾ മൂകാംബിക എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് ക്ഷേത്രം. അപ്പം നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലത്തിന്റെ ഈ ഗേറ്റിനകത്ത് കയറുമ്പോൾ റൈറ്റ് സൈഡിലുള്ള മഹാലക്ഷ്മി റെസിഡൻസിയിലാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മളിവിടെ വന്ന് നമ്മുടെ ബുക്കിംഗ് എല്ലാം ചെക്ക് ചെയ്തിട്ടേ അവർ ഈ ഗേറ്റ് തുറന്നു തരുള്ളൂ. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് റൂം റെഡി ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇനി ചെറുതായിട്ടൊന്ന് ഉറങ്ങണം, ഒന്ന് ഫ്രഷ് ആവണം, അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.